അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ്. പടച്ചറബിൻ്റെ ഒക്കെ ഒന്ന് പുണ്യം കിട്ടും. എല്ലാവരെയും എന്നെ ഒന്ന് സഹായിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പടച്ചറബ് എല്ലാവർക്കും പുണ്യം നൽകും, എല്ലാവർക്കും പ്രതിഫലം കിട്ടും. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് നോച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് പിശാചിന്റെ സഞ്ചാര പദങ്ങളായ ഞരമ്പുകൾ രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. പിശാചിന്റെ സഞ്ചാരപഥം ഒന്ന് നാരോ ആക്കി കൊടുക്കണം, ഇടുങ്ങിയതാക്കി കൊടുക്കണം. പിശാചിന് അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത്. വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ. പിശാച് ശരീരത്തിൽ എല്ലായിടത്തും ഓടി നടക്കും. അവൻ നിങ്ങളോട് മോശപ്പെട്ടത് ചിന്തിപ്പിക്കുകയും മോശപ്പെട്ട വിചാരങ്ങൾ നൽകുകയും ചെയ്യും. നോമ്പാണ് അതിന്റെ പരിഹാരം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പാണ് അതിന്റെ പരിഹാരം എന്നാണ്. എങ്ങനത്തെ നോമ്പ്? കണ്ണിൽ നിന്ന് കണ്ണ് നോമ്പെടുക്കുന്ന നോമ്പ്, കാത് നോമ്പെടുക്കുമ്പോ, നാവ് നോമ്പെടുക്കുമ്പോ, കണ്ണും കാതൊക്കെ നോമ്പെടുക്കുക. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും, നമ്മുടെ ബ്രെയിന് കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കുന്ന പോലെ ശരീരം ഹറാമുകളിൽ നിന്ന് നോമ്പെടുക്കുമ്പോഴാ നോമ്പിന്റെ ശരിയായ പുണ്യം അല്ലാഹു നൽകുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് പട്ടിണി കിടന്നതിന്റെ താല്പര്യം? എന്തിനല്ലാഹു മനുഷ്യരെ പട്ടിണി കിടത്തണം? നല്ല ആഗ്രഹമുണ്ടോ അല്ലാഹു? ഇല്ല. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് കടന്നു വരാനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അല്ലാഹു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. റബ്ബിലേക്ക് അടുക്കാൻ ഇത്രയും അമ്പിയാക്കന്മാർ, അവിടുത്തെ കുടുംബം, സ്വഹാബികൾ, നിബിതങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം, അല്ലാഹു എമ്പാടും കൂലി തരുമെന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ്, നന്മയിലേക്ക് മുന്നിട്ട്